നമസ്കാരം. ഫെബ്രുവരി 8 വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം അന്ന് അതിരാവിലെ 9:42 ചൊവ്വയും ബുധനും അന്യോന്യം 8ഉം 6ഉം സ്ഥാനങ്ങളിലേക്ക് വന്നു ചേരും. ഈ ഗ്രഹങ്ങൾക്കിടയിൽ 150 ഡിഗ്രി രൂപപ്പെടുന്ന ഈ അപൂർവ സ്ഥിതി ഷടാഷ്ടക രാജയോഗത്തിന് കാരണമായി തീരും. തന്മൂലം പലവിധ നേട്ടങ്ങൾ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ നിറയുന്നതുമാണ്. നവഗ്രഹങ്ങളിൽ ശക്തിയിൽ ഒട്ടും പിന്നിലല്ല ചൊവ്വയും ബുധനും. ബുധനാൽ ബുദ്ധിയും ചൊവ്വയാൽ ശക്തിയും ഒരു വ്യക്തിക്ക് കൈവരിക്കുവാൻ സാധിക്കും. ഈ രണ്ട് ഗ്രഹങ്ങളുടെയും അനുഗ്രഹം ഒന്നിച്ച് ലഭിച്ചാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതായ കാര്യങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കടന്നു വരാനായി പോകുന്നത്. ബുദ്ധിയും ശക്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരട്ടിയായി കടന്ന് വരുന്നതായ ദിവസങ്ങൾ തന്നെയാകുന്നു. തന്മൂലം ഈ രാശിക്കാർക്ക് അത് സൗഭാഗ്യങ്ങളുടെ ദിവസങ്ങളായി മാറും. പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാകുന്നു. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഷടാഷ്ടകയോഗം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ദിവസമാകുന്നു അഥവാ ദിവസങ്ങളാണ്. ഇവർക്ക് പ്രധാനമായും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ചില കാര്യങ്ങളെ തരണം ചെയ്ത് ചില പ്രശ്നങ്ങളെ തരണം ചെയ്ത് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സന്തോഷകരമായ നിമിഷങ്ങൾ, സമയം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് ഇവർക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയമാകുന്നു. പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ട് 10 മടങ്ങ് ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശ കമ്പനിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. സാമ്പത്തികമായി ഉന്നമനം വന്ന് ചേരുന്നതായ സമയം തന്നെയാണ് ഉണ്ടാവുക. കൂടാതെ പലവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പരിശ്രമങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കഠിനാധ്വാനത്തിന് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. കഠിനാധ്വാനത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ജോലി മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ ഫലങ്ങൾ, ലാഭം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വ്യക്തിത്വത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. വ്യക്തിത്വത്തിലും ഉയർച്ച വന്നു ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഷടാഷ്ടക യോഗത്തിന്റെ സ്വാധീനം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. നിങ്ങൾക്ക് ആകർഷകമായ വ്യക്തിത്വം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ജീവിതശൈലി അനുകൂലമായി തീരും. ആരോഗ്യകരമായ കാര്യങ്ങൾ തൃപ്തികരമായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഈ സമയം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. ചിങ്ങം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ചൊവ്വയും ബുധനും ചേർന്ന് സൃഷ്ടിക്കുന്ന ഷടാഷ്ടക രാജയോഗത്താൽ വന്നു ചേരും. ഭാഗ്യകാലത്തിന് തുടക്കമായി എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങൾക്ക് ഉടനീളം ഭാഗ്യം ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കടന്ന് വരാവുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം നിങ്ങൾക്ക് ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഉന്നത അധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ, സഹകരണം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കരിയറുമായി ബന്ധപ്പെട്ട് ലാഭം, പല വിധത്തിലുള്ള ഉയർച്ചകൾ, അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനും അത് മറ്റുള്ളവർക്ക് താല്പര്യപ്പെടുന്നതായ സാഹചര്യങ്ങളായി മാറുന്നതുമാണ്. അത്തരം കാര്യങ്ങളായിരിക്കും നിങ്ങൾ പറയുക.
കൂടാതെ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായി അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിന് അനുകൂലമായ സമയമാകുന്നു. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കാവുന്നതായ സാഹചര്യങ്ങളും കടന്നു വരും. ആഗ്രഹിച്ചതുപോലെ തന്നെ സമ്പാദിക്കാനും നിക്ഷേപങ്ങൾ നടത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ കാര്യങ്ങൾ, പ്രണയ ജീവിതത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും ധനപരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വന്നു ചേർന്നിരിക്കുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് നീങ്ങുക. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ചൊവ്വയും ബുധനും സൃഷ്ടിക്കുന്ന അപൂർവ രാജയോഗമായ ഷടാഷ്ടക യോഗം മകരം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതാകുന്നു. ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയമായി മാറും. കൂടാതെ ഈ സമയം ജീവിതത്തിൽ സുഖവും സമൃദ്ധിയും വർദ്ധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. വളരെ കാലമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ചെയ്ത് തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൂർത്തിയാക്കുവാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സംതൃപ്തിയും സന്തോഷവും അനുഭവപ്പെടും എന്ന കാര്യവും ഓർക്കുക. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നതായ കാര്യങ്ങൾ കടന്നു വരുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഫലം കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ പരീക്ഷകൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പ്രധാനമായും അനുകൂലമായ സാഹചര്യങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ബിസിനസ് ആശയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം അല്പം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് തന്നെ നീങ്ങുക. ചില തർക്കങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും.